60 കൊല്ലത്തെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങൾക്കൊരു മോളുണ്ട്, അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവി ആയിഷ ബീവിയുടെ സഹോദരിയാണ്. എന്നാൽ രണ്ടുപേരുടെയും ഉമ്മ രണ്ടുപേരാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവമുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുന്ന നേരം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീനയിലേക്ക് ആ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ സിദ്ദീഖ് തങ്ങൾ കയ്യിൽ 5000-ഓ 6000-ഓ ദിർഹം കയ്യിൽ വെച്ചിട്ടുണ്ട്. പോകുന്ന യാത്രയല്ലേ, ചെലവിന് ആവശ്യമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒന്നുമില്ല. ഹബീബായ നബിയുടെ കൂട്ടുകാരൻ, കച്ചവടക്കാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 6000-ഓളം ദിർഹം കയ്യിൽ വെച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴാണ് കണ്ണു കാണാത്ത തന്റെ പ്രിയപ്പെട്ട വാപ്പയ, അന്ന് മുസ്ലിമല്ല, അബൂ ഖുഹാഫ എന്നവർ പിന്നീട് മുസ്ലിമായി, ഹജ്ജത്തുൽ വിദായിൽ മുസ്ലിമായ ആളാണ് സിദ്ദീഖ് തങ്ങളുടെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ഈ സംഭവം നടക്കുമ്പോൾ മുസ്ലിമല്ല. അബൂ ഖുഹാഫ എന്നവര് കണ്ണു കാണാത്ത അത്രയും പ്രായമായിട്ടുണ്ട്. തപ്പിത്തടഞ്ഞു വന്നിട്ട് അസ്മാ ബീവിയോട് പറഞ്ഞു, അസ്മാ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ എന്റെ മോൻ ഒരു ഫിൽസ് പോലും ബാക്കി വെക്കാതെ അവനെല്ലാം കൊണ്ടുപോയല്ലേ മദീനയിലേക്ക്, നിങ്ങളെ പട്ടിണിക്കിട്ട് പോയല്ലേ എന്റെ മോൻ സിദ്ദീഖ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ കുറച്ച് ചരൽക്കല്ലുകൾ കൊണ്ടുവന്നു. അന്ന് വീടിന്റെ മേൽക്കൂരയിൽ വിൽക്കുന്നൊരു മരമുണ്ട്. ആ മരത്തിന്റെ തുളയിലാണ് പൈസ സൂക്ഷിക്കുക. ആ ഒരു ദ്വാരത്തിലേക്ക് കുറെ ചരൽക്കല്ല് ഞാൻ കൊണ്ടുവന്നിട്ടു. എന്നിട്ടൊരു തുണിക്കഷ്ണം കൊണ്ട് ഞാൻ ചുറ്റിക്കെട്ടി. എന്നിട്ട് വാപ്പയെ കൊണ്ടുവന്നു, എന്റെ വല്ലിപ്പയെ കൊണ്ടുവന്ന് കൈപിടിച്ചിട്ട് ആ മരത്തിൽ കൈവച്ചിട്ട് ഞാനിങ്ങനെ കുലുക്കി കൊടുത്തു. ഉപ്പാ, വല്ലിപ്പാ, ഇതിന്റെ ഉള്ളിൽ ഇത് ബാക്കി വെച്ചിട്ടാ പോയത്. എന്തെന്ന് പറഞ്ഞില്ല, പൈസയാണെന്ന് പറഞ്ഞാൽ നുണയാവും. ഇതിന്റെ ഉള്ളിൽ ഇക്കാണുന്നത് അത്രയും ഇവിടെ ബാക്കി വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ മോൻ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുള്ളത്, പേടിക്കണ്ട. സ്വന്തം വാപ്പയെ ആശ്വസിപ്പിക്കാനും, വല്ലിപ്പയെ ആശ്വസിപ്പിക്കാനും, സ്വന്തം പിതാവിനെ വാപ്പ ചീത്ത പറയാതിരിക്കാനും പ്രിയപ്പെട്ട മോൾ അസ്മാ റളിയല്ലാഹു അൻഹ ചെയ്ത ഒരു തന്ത്രമായിരുന്നു അത്. നിങ്ങളുടെ മോൻ ഇവിടെ ബാക്കി വെച്ചിട്ട് തന്നെയാണ് പോയത്, വിഷമിക്കണ്ട, ഇവിടെ ഒന്നും ബാക്കിയില്ലായിരുന്നു. തറക്കഹും ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ച് അവരുടെ വിഷയം റബ്ബിനെ ഏൽപ്പിച്ചു കൊണ്ടുപോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അസ്മാ ബീവി ദാതുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്നറിയപ്പെടുന്ന മഹദിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ആ യാത്രയിൽ ഗാർ സൗറിൽ നിബിതങ്ങൾ 3 ദിവസം ഒളിച്ചു താമസിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഒരു കയറും കിട്ടാതെ വന്നപ്പോ സ്വന്തം അരയിൽ കെട്ടിമുറുക്കിയിരുന്ന ബെൽറ്റ് 2ആയി പാതിക്കുകയും അതിലൊന്നുകൊണ്ട് നിബിതങ്ങളുടെ ഭക്ഷണത്തിന്റെ ആ ഒരു ടിഫിൻ കെട്ടിക്കൊടുക്കുകയും ചെയ്ത് ഗാർ സൗറിലേക്ക് നടന്നു കയറിയ മഹദിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. എത്ര വലിയ ത്യാഗമാണ് ചെയ്തത്. കണ്ടാൽ ശത്രുക്കൾ തലയെടുക്കും. എന്നിട്ട് പോലും ആ ഒരു ത്യാഗം ചെയ്യാൻ സന്നദ്ധയായ അസ്മാ ബീവി ആയിഷ ബീവിയെ പോലെ തന്നെ ധർമ്മിഷ്ഠയായിരുന്നു. രണ്ടുപേരും മത്സരിക്കുമായിരുന്നു ധർമ്മം ചെയ്യാൻ. ആയിഷ ബീവിയുടെ പ്രത്യേകത, ഒരുപാട് അവരെ സ്വരൂപിച്ചു വെക്കും. എന്നിട്ടൊരു സംഖ്യയായാൽ എല്ലാം ചെലവഴിക്കും. അസ്മാ ബീവി അങ്ങനെയല്ല, എന്ത് കിട്ടിയാലും അപ്പോഴേ ചെലവഴിക്കും, കയ്യിൽ വെക്കൂല, സൂക്ഷിക്കുന്ന രീതിയില്ല. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി മത്സരിച്ചിരുന്ന 2 മഹദിമാരാണ് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ കടന്നു വന്നത് റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിക്ക് എന്തെങ്കിലും ഒരു പനി വന്നാൽ, ഒരു രോഗം വന്നാൽ ഉടനെ കുറച്ചടിമകളെ മോചിപ്പിക്കും. ബീവിക്ക് കാര്യമായൊരു തലവേദന വന്നപ്പോ മഹദി റളിയല്ലാഹു അൻഹ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് മഹാനായ ഇബ്നു അബീ മുലൈക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ബിദംബി വമാ യഗ്ഫിറുഹു അല്ലാഹു അക്സർ, എന്റെ പാപം കൊണ്ടാണ് എനിക്ക് തലവേദന വന്നത്, ഞാൻ ചെയ്ത കുറ്റം കൊണ്ടാണ് എനിക്ക് തലവേദന വന്നത്. വമാ യഗ്ഫിറുഹു അല്ലാഹു അക്സർ, എനിക്കല്ലാഹു പാപമോചനം തരുന്നത്, എനിക്കല്ലാഹു പുറത്തു തരുന്നത് എത്രയോ കൂടുതൽ വേറെയുണ്ട്. എന്നാൽ ചിലതുകൊണ്ട് അവൻ എന്നെ ശിക്ഷിക്കുകയാണെന്ന് എപ്പോഴും തന്നിലേക്ക് നോക്കുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ആത്മവിമർശനം ചെയ്യുകയും ചെയ്ത് തെറ്റുതിരുത്തിയിരുന്ന മഹദിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ അസ്മാ റളിയല്ലാഹു അൻഹ. ഇനി ഒരു മഹദിയുണ്ട്, ഉമ്മു ശരീഖ്.
റളിയല്ലാഹു തആല അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ മുസ്ലിമാവാൻ കാരണമായ മഹദിയാണ് ഗസിയ എന്നറിയപ്പെടുന്ന ഉമ്മു ശരീഖ് എന്ന മഹദി റളിയല്ലാഹു അൻഹ. മക്കയിലായിരുന്നു സംഭവം. അവര് മുസ്ലിമത്തായി. നാട്ടുകാര് മുഴുവനും അവരെ ആക്രമിക്കാതെ രക്ഷപ്പെടുത്തിയത് ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. ഒരേ ഒരു കാരണം, അവരുടെ കുടുംബം തറവാടുള്ള കുടുംബമാണ്. ജാബിർ ഇബ്നു ഹക്കീം തങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തെ തൊട്ടാൽ അപകടമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഗസിയ, ഉമ്മു ശരീഖെ നാട് വിട്ടോളൂ, മുസ്ലിമീങ്ങളൊക്കെ മദീനയിലാണ്, നീ മദീനത്തേക്ക് പോയിക്കോ എന്ന് മദീനത്തേക്ക് ബീവിയെ കൊണ്ടുപോയ രംഗം നമ്മുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹദി റളിയല്ലാഹു അൻഹയെ മരുഭൂമിയിലൂടെ ഒരിച്ചു വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ 3 ദിവസമാണ് കഷ്ടപ്പെടുത്തിയത്. 3 ദിവസം. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നാൽ അവൻ തലകുനിക്കേണ്ടതും സാഷ്ടാംഗം നമിക്കേണ്ടതും സ്രഷ്ടാവായ അള്ളാഹുവിനോടാണ്, ഒരേ ഒരുത്തനോടാണ്, ബഹുദൈവങ്ങളോടല്ല എന്ന് മക്കക്കാരായ ബഹുദൈവ ആരാധനക്കാരുടെ മുമ്പിൽ മഹദി വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മറ്റൊന്നുമല്ല. അവരെ നിർബന്ധിച്ചിട്ടല്ല, അവര് വിശ്വസിച്ച സ്വയം എടുത്ത തീരുമാനത്തിൽ, സ്വന്തം ചോയ്സിൽ പോലും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി. ആ മഹദിയെ മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോ വലിയൊരു മഹാത്ഭുതം നടക്കാൻ പോവുകയാണ്. മഹദി റളിയല്ലാഹു അൻഹയെ മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ പുറത്ത് അവർ കൊണ്ടുപോകുന്നു. ബീവി പറയുന്നു, ഒരു വിരിപ്പ് പോലും എനിക്ക് വിരിച്ചെന്നിട്ടില്ല. ഞാനൊരു അന്തസ്സുള്ള തറവാടിൽ പിറന്ന പെണ്ണാണ്. 3 ചെറുപ്പക്കാരാണ് മദീന വരെ കൊണ്ടുപോകുന്നത്. അത് അറബികളുടെ ഒരു വലിയൊരു നന്മയാണ് കേട്ടോ. കാരണം അവർ കൊണ്ടുപോകുന്ന ഈ പെണ്ണ് അവരുടെ പാർട്ടിക്കാരല്ല, അവരുടെ സംഘടനയിൽപ്പെട്ട ആളല്ല. പക്ഷേ മഹദിയെ അഭിമാനം ക്ഷതം വരുത്താനോ മഹദിയെ വ്യഭിചരിക്കാനോ ഇവരാളും ധൈര്യപ്പെട്ടിട്ടില്ല. ഒട്ടകപ്പുറത്ത് പക്ഷേ വെയിൽ കൊള്ളിച്ച്, വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ തളർത്തിക്കളഞ്ഞു. അവര് പറയാണ്, മരുഭൂമിയിലെത്തിയാൽ അവരൊക്കെ നല്ല ഈത്തപ്പനയുടെ, അവര് ഏതെങ്കിലും മുൾച്ചെടികളുടെ താഴെ പോയി വിശ്രമിക്കും, കിടന്നുറങ്ങും. എന്നെ വെയിലെത്ത് ഒട്ടകപ്പുറത്ത് കെട്ടി നിർത്തും. ഞാൻ അങ്ങനെ വെയിൽ കൊള്ളുന്നു. മദീനയിലെത്തണമെങ്കിൽ ഒരു പെണ്ണ് സഹിച്ച ത്യാഗമാണിത്. ഭർത്താവിനരികത്തേക്ക് ഗൾഫിലേക്കുള്ള പോക്കല്ല ഇത്, മദീനയിലേക്കുള്ള ഈമാൻ കൊണ്ടുള്ള ഓട്ടമാണിത്. എന്തും സംഭവിക്കാം, ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്റെ കൂടെയുള്ള 3 പേരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവർ തണലിലാണ്. എന്നെ തണലിൽ നിൽക്കാൻ അവർ അനുവദിക്കൂല. 3 ദിവസമായി ഞാൻ വെള്ളം കുടിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോഴാണ് എന്റെ തലമുകളിൽ എന്തോ വന്ന് തട്ടി നിൽക്കുന്ന പോലെ. ഞാൻ നോക്കുമ്പോൾ ഖിറാബ്, വെള്ളം നിറച്ചു ഒരു പാത്രം എന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാനത് കുടിച്ചു. നല്ല രസമുള്ള രുചിയുള്ള വെള്ളം. പിന്നെ അത് മേലോട്ട് പോയി. എന്റെ ദാഹം തീർന്നില്ല. വീണ്ടും അത് വന്നു. ഞാൻ കുടിച്ചു, എമ്പാടും കുടിച്ചു. ദാഹം തീർന്നു. ആ വെള്ളപ്പാത്രം ആകാശത്തേക്ക് തിരിച്ചുപോയി. 3ാമത്തെ തവണയും അത് വന്നു. ഞാൻ എന്റെ ദേഹത്തേക്കൊന്നാകെ വെള്ളമൊഴിച്ച് ക്ഷീണമൊന്ന് മാറ്റി മുഖം കഴുകി ഞാനൊന്ന് ശരിക്കുമൊന്ന് നനഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ ഈ 3 പേരും വന്നിട്ട് ചോദിച്ചു, പെണ്ണെ, ഞങ്ങളുടെ തോൽപാത്രം നീ അഴിച്ചല്ലേ? നീ ചങ്ങലയിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് ഞങ്ങളുടെ വെള്ളം കുടിച്ചല്ലേ? എവിടുന്ന മരുഭൂമിയിൽ വെള്ളം? മഹദി പറഞ്ഞു, നിങ്ങളുടെ വെള്ളം പോയി നോക്കൂ, ഞാൻ തൊട്ടിട്ടില്ല. നോക്കും, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്തു പറ്റി? നസലത് മിനസ്സമാ, കാരുണ്യവാൻ എനിക്ക് വേണ്ടി ഇറക്കി തന്നതാണിത്. കാരുണ്യവാൻ ഇറക്കി തന്നതാണ്. ആ ഒരു കറാമത്ത് കണ്ടതിൽ പിന്നെയാണ് ആ 3 പേരും മുസ്ലിമായി ബീവിയെ മദീനയിലേക്ക് കൊണ്ടുപോയത്. കഷ്ടപ്പാടിന്റെ, ത്യാഗത്തിന്റെ അങ്ങേ അറ്റം. നമ്മുടെ പെണ്ണുങ്ങൾ, സഹോദരിമാരെ, സ്വന്തം ഭർത്താക്കന്മാർക്കും നിങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി യഥാസമയം നിസ്കരിക്കാൻ, ഒന്ന് എഴുന്നേൽക്കാൻ, ഒരു തഹജ്ജുദിന്റെ 2 റക്അത്തിന് എഴുന്നേൽക്കാൻ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സഹായിക്കാൻ നമുക്ക് എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നത്? ഇതുപോലത്തെ ഏതെങ്കിലും ത്യാഗം നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ മോളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ഭാര്യ. ആ മഹദിയൊക്കെ മലകൾ പൊത്തിപ്പിടിച്ച് പാറകൾ കയറിറങ്ങിയിട്ടാണ് മദീനയിലേക്ക് ഒറ്റയ്ക്ക് യാത്രയായത്. അവരുടെ വാപ്പയാണെങ്കിലോ പിശാചുക്കളിൽപ്പെട്ട പിശാച്ച, അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ച ആളല്ലേ, എമ്പാടും ദ്രോഹിച്ച ആളല്ലേ. എന്നിട്ട് ഈ മോള് മദീനയിലേക്ക് എത്തുന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സ്വർഗത്തിലേക്കുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ മഹദിയുടെ
ഉമ്മയും കടന്നു വരുന്നു ഇസ്ലാമിലേക്ക്. ഉമ്മു കുൽസൂം ബിൻത് ഉഖബ, ഉഖബയുടെ മോൾ ഉമ്മു കുൽസൂമാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ ഭാര്യ റളിയല്ലാഹു അൻഹ. അവരുടെ ഉമ്മയും മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച മഹദിമാർ. ഹബീബായ നബി തങ്ങളോടൊപ്പം യുദ്ധങ്ങളിൽ ഹബീബിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത നസീബ റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി വലയം സൃഷ്ടിച്ച സഫിയ റളിയല്ലാഹു അൻഹ, 60 കഴിഞ്ഞിരുന്ന ഹബീബിന്റെ അമ്മായിയായ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, റഅയ്തുനി ദഖൽതുൽ ജന്ന ഫഇദാ അന ബിറുമൈസാ ബിൻത് മിൽഹാൻ ഇംറഅതി അബീ തുൽഹ. മിഅ്റാജിന്റെ കഥ പറയുമ്പോ, മിഅ്റാജിന്റെ ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഞാൻ സ്വർഗ്ഗത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടു ഒരാളെ, ഫഇദാ അന ബിറുമൈസാ ബിൻത് മിൽഹാൻ, മിൽഹാനിന്റെ മകൾ റുമൈസയെ ഞാൻ കണ്ടു. അതായത് ഉമ്മു സുലൈം ബിവിയെ റളിയല്ലാഹു അൻഹ, ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹ തങ്ങളുടെ ഭാര്യയായ റുമൈസ ബീവിയെ ഞാൻ കണ്ടു സ്വർഗ്ഗത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിലാണ് ഫസമിഅതു ഖശ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ ചോദിച്ചു, ആരാണിത്? ഹാദാ ബിലാൽ, ഇത് ബിലാലാ നബിയെ, നിങ്ങൾക്ക് വേണ്ടി വാങ്ക് വിളിച്ച നിങ്ങളുടെ മുഅദ്ദിനാണിത് എന്ന് എന്നോട് പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിൽ ഉമ്മു സുലൈം ബീവി അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുമ്പോ അനസ് എന്നവരുടെ വാപ്പ മാലിക് എന്നവര്, അനസ് ഇബ്നു മാലിക് എന്നവര് മുസ്ലിമായിട്ടില്ല. അന്ന് അനസ് എന്ന കുട്ടിയുണ്ട്. മാലിക് വന്നപ്പോ ഉമ്മു സുലൈം ബീവി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കുഞ്ഞുമോന് ചൊല്ലിക്കൊടുക്കുകയാണ്. ഭർത്താവ് ചോദിച്ചു, നീ മതം മാറിയോ? പറഞ്ഞു, ഞാൻ മതം മാറിയതല്ല, വലാകിന്നി ആമൻതു, ഞാൻ മുസ്ലിമാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട മോൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന്റെ കൂടെ 10 വർഷം സേവനം ചെയ്ത് ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയാണ് ഈ ഉമ്മു സുലൈം റുമൈസ ബീവി. ബീവി പറയുമായിരുന്നു, കുഞ്ഞിനോട് വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന്റെ മുമ്പേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ മോനെ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയണേ മോനെ എന്ന് ആ കുഞ്ഞിനെ നിരന്തരം പഠിപ്പിച്ച ഉമ്മയാണത്. അങ്ങനെ ഫകാന അവ്വല മാ തകല്ലമ ബിഹി അനസുൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വാക്കുകൾ വ്യക്തതയോടുകൂടെ പറയാൻ തുടങ്ങുന്ന പ്രായം. അനസ് റളിയല്ലാഹു അൻഹു ആദ്യമായി പറഞ്ഞ ജുംല, ആദ്യമായി പറഞ്ഞ സെന്റൻസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് എന്നായിരുന്നു. കൊച്ചുമക്കൾക്ക് എന്തെല്ലാം പാട്ടുകളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, എന്തെല്ലാം വാക്കുകളാണ് നമ്മൾ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായ കലിമത്തു ഷഹാദ തന്നെ ആവട്ടെ നമ്മുടെ മക്കൾ ആദ്യമായി ചൊല്ലുന്നത്. ആ മഹദിയുടെ ഭർത്താവ് മാലിക് എന്ന ആള് ഒരു യാത്ര പോയപ്പോഴാണ് ശത്രുക്കൾ അദ്ദേഹത്തെ കൊല ചെയ്തു കളഞ്ഞത്. പിന്നെ കല്യാണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനി എനിക്ക് ഭർത്താവ് വേണ്ട, എന്റെ അനസ് എന്ന മോൻ എന്നാണോ അവനായിട്ട് പാലുകുടി നിർത്തുന്നത്, അന്നേ ഞാൻ കുഞ്ഞിന്റെ പാലുകുടി നിർത്തൂ. അനസ് മുതിർന്ന ഒരാളായിട്ട് അവൻ എനിക്ക് കല്യാണം കഴിച്ചു തരണം, അവനൊരു പുതിയാപ്പിളയെ എനിക്ക് കൊണ്ടുവരുന്നവരെ ഞാൻ കല്യാണം കഴിക്കൂല. അറബ് സംസ്കാരത്തിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയും. തന്റെ മകൻ മുതിർന്ന ആളാകുന്നവരെ ഞാൻ വിവാഹം ചെയ്യൂല എന്നതിനർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു വരുന്നത്. അന്ന് അദ്ദേഹം ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്ന കാലമാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാലമാണ്. ഉമ്മു സുലൈം ബീവി നല്ല തറവാടുള്ള പെണ്ണാണ്, ചാരിത്രശുദ്ധിയുള്ളവരാ, മദീനയിൽ പ്രശസ്തയാണ്. മഹദി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന പെണ്ണാണ്, നല്ല സൗന്ദര്യമുള്ളവരാ. മഹദിയെ കല്യാണം കഴിക്കാൻ ഒരുപാട് ആളുകൾ വന്നു, വേണ്ടാന്ന് പറഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്നു, എന്നിട്ട് പറഞ്ഞു, മിസ്ലുക യാ അബാ തുൽഹ ലാ തുറദ്. അബൂ തുൽഹ, നിങ്ങളെ പോലെയുള്ള ആളുകളെ എങ്ങനെയാണ് ഞാൻ മടക്കി അയക്കുക? കല്യാണം കഴിച്ചോട്ടെ എന്ന് ഉദ്ദേശിച്ചു വരിക. അബൂ തുൽഹ, നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കി രൂപം നൽകി ചിത്രം കൊടുത്ത് പെയിന്റ് അടിച്ചിട്ട് അതിനല്ലയോ നിങ്ങൾ തലവെച്ച് പൂജിക്കുന്നത്? ആ വിഗ്രഹാരാധന ചെയ്യുന്ന നിങ്ങളെ എനിക്ക് പറ്റില്ല അബൂ തുൽഹ.
അബൂതൽഹയുടെ മനസ്സങ്ങ് ഞെട്ടിപ്പോയി, കൽബങ്ങ് പിടച്ചുപോയി. വിഗ്രഹാരാധന ചെയ്യുന്ന ആളല്ലേ നിങ്ങളെന്ന് ചോദിച്ചു മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അബൂതൽഹ, നിങ്ങൾ പൂജ നടത്തുന്ന ഈ ബിംബങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അബൂതൽഹയുടെ മനസ്സിങ്ങനെ മാറാൻ തുടങ്ങി. അബൂതൽഹ, നിങ്ങൾ എന്റെ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം മഹറായി നിശ്ചയിച്ച് നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. മഹർ ഇസ്ലാമാണ്. ഫഅസ്ലമ അബൂതൽഹ, അവിടെയാണ് അബൂതൽഹ റളിയല്ലാഹു അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി മുസ്ലിമാവുന്നത്. നോക്കണം പെണ്ണുങ്ങൾ, സഹോദരിമാരെ, പ്രേമത്തിന്റെ പേര് പറഞ്ഞ് കണ്ണും മൂക്കും നോക്കാതെ, ദുന്യാവും ആഖിറവും നോക്കാതെ ഓടുന്നവരെ ആലോചിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്ത ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയാപ്പിളയായിട്ട് പോലും ഞാൻ സ്വീകരിക്കില്ല എന്ന് ആത്മാഭിമാനത്തിന്റെ മാതൃക സൃഷ്ടിച്ച മഹദിയല്ലയോ സ്വർഗത്തിൽ? ഏതൊരു മഹദിയാണോ അവര് ജീവിച്ചിരിക്കെ, ഭൂമിയിൽ ജീവിച്ചിരിക്കെ നബി തങ്ങൾ കണ്ടത് ആ മഹദി റുമൈസ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അവരുടെ ക്ഷമയുടെ കഥയൊക്കെ നമുക്കറിയും. മോൻ മരിച്ചിട്ട് പറയാതിരുന്ന അബൂതൽഹ തങ്ങളുടെ മോൻ, അബൂതൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മോൻ, അബൂ ഉമൈർ, അനസ് സഹോദരൻ അബൂ ഉമൈർ മരിച്ചിട്ട് ആ വിഷയം ഭർത്താവിനെ അറിയിക്കാതെ ക്ഷമിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് അല്ലാഹു ഇന്നലത്തെ രാത്രി ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത്. ചരിത്രം നിങ്ങൾക്കറിയായിരിക്കും. അതിലവർ ഗർഭം ധരിച്ചു, അബ്ദുല്ലാഹി തങ്ങളെ പ്രസവിച്ചു. മാ ലം യുറ ശാബുൻ അഫ്ളല ഫിൽ അൻസാർ മിൻ അബ്ദുല്ലാഹി ഇബ്നു അബീ തുൽഹ. അബ്ദുല്ലാഹി ഇബ്നു അബൂ തുൽഹയെക്കാളും അൻസാരികളിൽ ശ്രേഷ്ഠനായ ഒരു യുവാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നവർ പറയുമായിരുന്നു. ആ അബ്ദുല്ലാഹ്ക്ക് 10 മക്കളുണ്ടായി. 10 പേരും ഖുർആൻ പഠിച്ച മക്കളായിരുന്നു. ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉമ്മു സുലൈം എന്നൊരു മഹദിയിലൂടെയാണ്. ഖൻസാ ബീവിയുണ്ട്, ചരിത്രങ്ങൾ എമ്പാടുമുണ്ട്.